നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഇന്നലെ സംഭവിച്ച വിഷയമാണ്. അതിൽ റെസിപ്രോക്കൽ താരിഫ് ഒരു 90 ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ ആദ്യമേ തന്നെ പ്രതീക്ഷിച്ചതാണ്. കാര്യം ഈ ഓരോ വിഷയങ്ങളും നടപ്പാക്കാൻ ഘട്ടം ഘട്ടമായിട്ട് ചില കാലപരിധിയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു താരിഫുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തീരുമാനം എടുക്കുന്നെങ്കിൽ ഇതൊരു രാജ്യത്തിൻ്റെ ട്രേഡിനെ തന്നെ വളരെ ബാഡായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ആ വിഷയത്തിൽ ഇടപെടുമ്പോഴത്തേക്കും ശരിക്കും കുറച്ചൊക്കെ ഹോംവർക്ക് ചെയ്തിട്ട് വേണം ഇതിനകത്ത് ഇടപെടാൻ. അപ്പം അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയതായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഇതൊക്കെ തന്നെയാണ് ഞാൻ ആദ്യം തൊട്ട് തന്നെ നമ്മളുടെ വീഡിയോയിൽ ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞിരുന്നത്. ഞാൻ തമ്പനയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു റെസിപ്രോക്കൽ താരിഫ്, ഈ ഒരു താരിഫ് പിൻവലിക്കുമോ അമേരിക്ക എന്ന് ഞാൻ തമ്പനയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. വളരെ വ്യക്തമായിട്ട് വളരെ പ്രകടമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വരുന്ന കാര്യമാണ് ഈ ഒരു താരിഫ് ഡെഫിസിറ്റ്. ഇത് രണ്ടും തന്നെ കൂട്ടിക്കുഴച്ചുകൊണ്ട് ട്രംപിന്റെ അവിയൽ പരുവത്തിലുള്ള ഈ ഒരു താരിഫ് ഇംപ്ലിമെന്റേഷൻ ഒട്ടും പ്രായോഗികമല്ലാത്ത രീതിയിലുള്ള ഇടപെടലായിരുന്നു ഇത്തവണ ട്രംപ് ഈ ഒരു താരിഫ് നടപ്പാക്കാൻ ശ്രമിച്ചത്. അതെന്തായാലും പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് 90 ദിവസത്തേക്ക് ഇത് നീട്ടി വെച്ചിരിക്കുന്നത്. 90 ദിവസത്തേക്ക് നീട്ടി വെക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു ചെറിയ കാലപരിധിയല്ല, 30 ദിവസത്തെ ടൈമല്ല, 90 ദിവസത്തേക്കാണ്. ഏതാണ്ട് 3 മാസങ്ങളോളം ഇനിയിപ്പം ഈ താരിഫ് ഒന്നും ഉണ്ടാവില്ല. ഇതെന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? കാരണം ഇത് നടപ്പിലാക്കുന്നതിൽ വന്ന വീഴ്ചയാണ്. കാരണം ഇത് നടപ്പിലാക്കുമ്പം പ്രാഥമികമായിട്ട് ആ ലാൻഡ്, അമേരിക്ക എന്ന് പറഞ്ഞ ലാൻഡിനെ തയ്യാറാക്കേണ്ടതുണ്ട്. ആ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ, അവിടുത്തെ ബിസിനസ് എൻറ്റിറ്റിയിൽ പ്രധാനപ്പെട്ട ആൾക്കാർ, ഇവരെയൊക്കെ വിളിച്ചിരുത്തി സംസാരിച്ചിട്ട് ഇതിങ്ങനെ നടപ്പാക്കാൻ പോകുന്നു, ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഈ ഇമ്പാക്ട് എന്താണ് ഇവിടെ സൃഷ്ടിക്കുന്നത്, ഇതെല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കിയിട്ട് എത്ര കമ്പനികൾ വില്ലിംഗ് ആയിട്ടുണ്ട് അമേരിക്കയുടെ ഉള്ളിൽ അവരുടെ പ്ലാന്റേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട്, എന്തുകൊണ്ട് കമ്പനികൾ പുറത്ത് പ്രവർത്തിക്കുന്നു, അതിന്റെ കുറവെന്താണ്, എന്താണ് ഇതിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. അതിന് പകരം അവിടുത്തെ ഇന്റർണൽ സ്ട്രക്ചർ, അമേരിക്കയുടെ ഇന്റർണൽ സ്ട്രക്ചർ, ഒരു കമ്പനി സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ ഒരു വ്യാപാര വ്യവസ്ഥയിൽ എന്തുകൊണ്ട് അമേരിക്കയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം പിന്നീട് ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വരാൻ. താരിഫ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും അവസാന ഘട്ടത്തിൽ പ്രയോഗിക്കേണ്ട ഒരു സംഭവമാണ്. ഒരു രാജ്യത്തിനെതിരെ താരിഫ് കൊണ്ടുവരാന്ന് പറയുമ്പോഴത്തേക്കും ടോട്ടലി ആ രാജ്യവുമായിട്ടുള്ള ബിസിനസ് ഇൻട്രസ്റ്റ് കുറയുകയാണ്. അതാണ് പ്രാഥമികമായിട്ട് അവിടെ നടപ്പിലാക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇവിടെ മാനുഫാക്ചറിങ് ചെയ്ത് കയറ്റി അയക്കുന്ന രാജ്യമാണ് ചൈന. ചൈനയെക്കുറിച്ച്, ചൈനയുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ഒരു ബാക്ക്ലാഷ് ഉണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. കാരണം ചൈന എന്തുകൊണ്ടാണ് ഈ അഗ്രസീവായിട്ട് അമേരിക്കക്കെതിരെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, അമേരിക്ക എന്തുകൊണ്ടാണ് ചൈനയെ ഈ രീതിയിൽ പ്രഷർ ചെയ്യുന്നത്, ഇതിന്റെ പുറകിൽ ഒരു ഫോർമുല ഉണ്ട്. ഫോർമുല കൃത്യമായിട്ട് ട്രിഗർ ചെയ്യുന്നതുകൊണ്ടാണ് ചൈന ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. ചൈന ഇങ്ങനെ അഗ്രസീവായിട്ട് പ്രതികരിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. ചൈന ഡെഡ് ലൈൻ കൊടുത്തിരിക്കുന്നത് ഇന്ന് വരെയാണ്, 10-ാം തീയതി, അതായത് 10 ഏപ്രിൽ, ഇന്ന് വരെയാണ് ഡെഡ് ലൈൻ. ഇന്ന് മുതൽ 84% അമേരിക്കൻ പ്രോഡക്റ്റുകൾക്കെതിരെ ചൈന താരിഫ് വിധിച്ചു തുടങ്ങും. അതാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ചൈനയ്ക്ക് ഒഴികെ മറ്റുള്ള എല്ലാ രാജ്യങ്ങൾക്കുമാണ് ഈ ഒരു 90 ദിവസത്തെ ടൈം ലൈൻ. അതിനുള്ളിൽ ഓരോ രാജ്യങ്ങളായിട്ട് പോയിട്ട് അവരുടെ പ്രത്യേക താല്പര്യങ്ങൾ അനുസരിച്ചുള്ള ഓരോരുത്തർക്കും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള താരിഫ് വേണം റെഡിയാക്കാൻ. ഇപ്പോഴാണ് ശരിക്കും ട്രംപിന് കാര്യം മനസ്സിലായത്. ഓരോ രാജ്യങ്ങൾക്കും US-ന്റെ ഡോളറുമായിട്ടുള്ള കറൻസി മൂല്യം വേറെ വേറെയാണ്. ഓരോ രാജ്യങ്ങളുടെയും ഡെവലപ്പിംഗ് സ്റ്റേജ് വേറെ വേറെയാണ്. ഓരോ രാജ്യങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ട് കസ്റ്റമൈസ്ഡ് താരിഫ് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടത്. അല്ലാതെ അടക്കി പിടിച്ചിട്ട് നിങ്ങൾ 42 വിധിക്കുന്നു, ഞാൻ 21 തരുന്നു, അങ്ങനെയല്ല ആ ഒരു താരിഫ് ഇടേണ്ടത്. ഇതിൽ പ്രോഡക്റ്റ് വൈസ് ഒക്കെ നോക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് മുമ്പുള്ള വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വർണ്ണം വിൽക്കുമ്പോഴും അരി വിൽക്കുമ്പോഴുള്ള വ്യത്യാസം, അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ യൂറോപ്യൻ യൂണിയൻ ഇന്നലെ തിരിച്ചടിച്ചിരുന്നു. കാരണം യൂറോപ്യൻ യൂണിയൻ മൊത്തത്തിൽ പറഞ്ഞത്, യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞത് അവരുടെ ഉള്ളിൽ ഈ വെസ്റ്റേൺ കൺട്രീസ് മൊത്തത്തിൽ അവരൊരു ഉടായ്പാണ്. അവരുടെ ഉടായ്പ നമ്മൾ പലതവണ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഉടായ്പാണ് ഈ റഷ്യയുടെ ബാങ്കുകൾ മൊത്തം ഫ്രീസ് ചെയ്ത് വെച്ചത്. യൂറോപ്യൻ യൂണിയനിൽ ഉണ്ടായിരുന്ന റഷ്യൻ ബാങ്കുകൾ, റഷ്യൻ അസറ്റുകൾ എല്ലാം തന്നെ ഇവർ ഫ്രീസ് ചെയ്യുകയാണ് ചെയ്തത്. ഫ്രീസ് ചെയ്തിട്ട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് 1 ബില്യൺ യൂറോ ഞങ്ങൾ ഉക്രൈന് കൊടുക്കാൻ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തയ്യാറാണെന്ന് പറഞ്ഞാൽ പോരാ, കൊടുക്കണം. അത് ഈ റഷ്യൻ ഫണ്ട് ഫ്രീസ് ചെയ്തതിൽ നിന്ന് എടുത്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാ, അതും ഇവരുടെ സ്വന്തം കഴിവിലോ അല്ലെങ്കിൽ ഇവരുടെ സ്വന്തം പൈസയിലോ ഇരുന്ന് എടുത്ത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അതും കൂടെ നമ്മളിവിടെ എടുത്തു പറയണം. ഇപ്പോഴും റഷ്യയുടെ ഫണ്ട് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നാണ് എടുത്ത് കൊടുക്കുന്നത്. 1 ബില്യൺ യൂറോ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പൊ എന്തായാലും US-ൽ 10% ആ ഒരു ബേസിക് താരിഫ് നിലനിൽക്കും. അത് എല്ലാ രാജ്യങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ ഒരു 10% താരിഫ് നിലനിൽക്കും. അതിലുപരിയായിട്ട് അഡീഷണൽ ആയിട്ട് ഏർപ്പെടുത്തിയ എല്ലാ താരിഫുകളും തന്നെ ഇപ്പൊ 90 ദിവസത്തേക്ക് പിൻവലിച്ചിരിക്കുകയാണ്. ഓക്കെ, ആ മെസ്സേജ് വളരെ ക്ലിയർ ആണ്.
കാരണം മനസ്സിലായി സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. കാരണം ചൈന തുടരെ ബദൽ താരിഫുകൾ ഇങ്ങനെ ഏർപ്പെടുത്തുന്നു. അതേപോലെ യൂറോപ്യൻ യൂണിയൻ 0 to 0 വന്നതാണ്, അതും ട്രംപ് അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും 25% താരിഫ് ഇടാന്നുള്ള തീരുമാനത്തിലേക്ക് പോയി. കാരണം ട്രംപിന്റെ ഈ ഒരു അപമാനകരമായിട്ടുള്ള ഈ ഒരു കാഴ്ചപ്പാട് വളരെ മോശപ്പെട്ട രീതിയിലാണ് മറ്റുള്ള രാജ്യങ്ങളെ തരം താഴ്ത്തി സംസാരിച്ചത്. ആ ഒറ്റൊരു വാക്കിലാണ് യൂറോപ്പ് തിരിച്ചടിച്ചത്. സമയബന്ധിതമായിട്ട് ആൾക്കാരൊക്കെ തിരിച്ചടിക്കുന്നതൊക്കെ നല്ലത് തന്നെ, അതൊക്കെ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ട്രംപ് താരിഫിൽ നിന്നും പിന്നോട്ട് പോയിരിക്കുകയാണ് 90 ദിവസത്തേക്ക്. റഷ്യ ഒഫൻസീവ് മോഡിലേക്ക് വരികയാണ്. അതായത് റഷ്യ ഇടയ്ക്കിടയ്ക്ക് ഒഫൻസീവ് മോഡിലേക്ക് വരും. ഈ ഒഫൻസീവ് മോഡിലേക്ക് വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്ഥലം കയറി പിടിക്കും. അതാണ് ഈ ഒഫൻസീവ് മോഡ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും നാളും ഡിഫൻസീവ് എന്ന് പറഞ്ഞാൽ മാക്സിമം റഷ്യ ഈ യുദ്ധത്തിൽ ഉടനീളം ഈ 3-3.5 വർഷത്തോളം ഡിഫൻസീവ് മെത്തേഡിലാണ് മാക്സിമം ഫൈറ്റ് ചെയ്തത്. വളരെ കുറച്ച് മാത്രമേ അവർ ഒഫൻസീവ് മോഡ് എടുത്തിട്ടുള്ളൂ. ഈ ഒഫൻസീവ് മോഡ് എപ്പോഴൊക്കെ അവർ ആക്റ്റീവ് ആക്കുന്നോ അപ്പോഴൊക്കെ അവർ സ്ഥലം കൂടുതൽ കയറി പിടിക്കുന്ന ഒരു പ്രതീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, എങ്ങനെയാണ് ഇപ്പം ഇന്ന് മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള അമേരിക്കൻ റെപ്രസെന്റേറ്റീവുമായിട്ട് റഷ്യൻ റെപ്രസെന്റേറ്റീവ്സിന്റെ ചർച്ച നടക്കുന്നുണ്ട്. അതും ഈ യുക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഇറാനും കൂടെ അതിനകത്ത് ചർച്ചാ വിഷയമാണ്. കാരണം ഇറാന്റെ വിഷയത്തിലും ബന്ധപ്പെട്ട് റഷ്യ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. അതായത് സെക്യൂരിറ്റി കോൺട്രാക്ട്, ഡിഫൻസ് സെക്യൂരിറ്റി കോൺട്രാക്ട് റഷ്യയും ഇറാനും തമ്മിലുണ്ട്. പരസ്പരം രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാനുള്ള ഒരു കരാറാണ് അവർ ഒപ്പിട്ടിരിക്കുന്നത്. അതായത് ഇറാനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആയുധങ്ങൾ റഷ്യക്ക് വളരെ എളുപ്പത്തിൽ അത് മേടിച്ച് ഉപയോഗിക്കാനും, അതേപോലെ തന്നെ റഷ്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആയുധങ്ങൾ ഇറാൻ ഉപയോഗിക്കാനുമുള്ള കോൺട്രാക്ട് ഉണ്ട് അവരുടെ ഇടയിൽ. അപ്പൊ അത് നിലനിൽക്കെ മിലിറ്ററി പേഴ്സണലി ഇറക്കിയുള്ള ഒരു യുദ്ധം അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. മറ്റുള്ള രീതിയിലുള്ള ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ്, സെക്യൂരിറ്റി, ഇമാതിരിപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ പരസ്പരം സഹകരിക്കും എന്നാണ് ഈ ഒരു കരാർ പറയുന്നത്. ആ ഒരു എഗ്രിമെന്റിനെ മുൻനിർത്തിയാണ് റഷ്യ ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമന്റുമായിട്ട് വന്നത്. കൂടുതലായിട്ട് ഡയറക്റ്റ് കൺഫ്രന്റേഷന് ഒരിക്കലും റഷ്യ ഇടപെടത്തില്ല, അതേപോലെ ഇറാനും ഇടപെടില്ല എന്നുള്ളതാണ് അവരുടെ ഐഡിയ. എന്ന് പറഞ്ഞാൽ റഷ്യക്കുള്ളിലുള്ള ചർച്ച എന്താണെന്ന് പറഞ്ഞാൽ കൂടുതൽ സ്ഥലം മാക്സിമം കയറി പിടിക്കുക. അതായത് ക്രീമിയ, അതുമായിട്ട് ബന്ധപ്പെട്ട ആ ബോർഡറുകളെല്ലാം വിട്ടൊഴിഞ്ഞ് കൂടുതൽ സ്ഥലം കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്രീമിയയൊക്കെ ഒരു ചർച്ചാ വിഷയമേ ആവില്ല എന്നുള്ളതാണ്. ആ രീതിയിലാണ് റഷ്യ ചിന്തിക്കുന്നത്. കൂടുതൽ സ്ഥലം കയറി പിടിച്ചിട്ട് കുറച്ച് സ്ഥലം വിട്ടുകൊടുക്കാം. അതായത് നെഗോസിയേഷൻ ടൈമിൽ റഷ്യക്ക് ഇഷ്ടപ്പെട്ടാൽ കുറച്ച് സ്ഥലം വിട്ടുകൊടുക്കാം എന്നുള്ള നിലയിൽ റഷ്യ ചിന്തിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ കയറി പിടിക്കുന്നു. അതുകൊണ്ട് തന്നെ 3 ഇരട്ടിയായിട്ട് BMP-3S കാറ്റഗറിയിൽ വരുന്ന ഇൻഫാൻട്രി ഫൈറ്റിംഗ് വെഹിക്കിൾസ് അത് 3 ഇരട്ടി ഉൽപ്പാദിപ്പിച്ച് ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്നും ഫീൽഡിലേക്ക് ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്നും ഫീൽഡിലേക്ക് ഇറക്കാൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടാവും. ചില ഇൻഫാൻട്രി ഫൈറ്റിംഗ് വെഹിക്കിൾസ് ചിലപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യില്ല. അപ്പൊ ഇതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ ഇത് മിലിറ്ററിയിൽ ഒരു ട്രയൽ റൺ കൊടുക്കും. അതായത് എല്ലാ സാധനങ്ങളും നല്ല യൂസ്ഡ് ആക്കിയിട്ട് ഇപ്പൊ ഫാക്ടറി മെയ്ഡായിട്ട് വരുന്ന സാധനങ്ങളെല്ലാം തന്നെ മിലിറ്ററിയിൽ കുറച്ചാൾ ഇത് വെച്ച് ഉപയോഗിക്കും. ഒരു 6 മാസം അതിനൊരു ട്രയൽ പീരീഡ്, അല്ലെങ്കിൽ ഒരു 3 മാസം ഒരു ചെക്കിംഗ് പീരീഡ് എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു ചെക്കിംഗ് പീരീഡിൽ ഇത് വിവിധ തരത്തിലുള്ള ചെക്കിംഗ് പ്രോസസ്സിന് വിധേയമാകും. അപ്പൊ അങ്ങനെ എക്സ്പേർട്ട് ആയിട്ട് നല്ല എബിലിറ്റി ഉള്ള മിഷനറീസ് ആണ് ശരിക്കും ഫ്രണ്ട് ലൈനിൽ കൊണ്ടിടുന്നത്. പക്ഷെ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഫാക്ടറിയിൽ നിന്ന് നേരെ ഫീൽഡിലേക്ക് വിടുകയാണ്. അതുകൊണ്ട് തന്നെ റഷ്യ ഒരു അഡീഷണൽ ആയിട്ട് ഒരു വെരിഫിക്കേഷൻ ടീം അഥവാ ഒരു ടെക്നിക്കൽ ടീമിനെ ഫീൽഡിലേക്ക് പുഷ് ചെയ്ത് വിടുകയാണ്. കാരണം എന്തെങ്കിലും കേടുപാടുകൾ ഈ ഒരു ഇൻഫാൻട്രി വെഹിക്കിള് ഡയറക്റ്റ് ആയിട്ട് ഫാക്ടറിയിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു ടീമും ഇപ്പൊ ഈ ഒരു വാർ ഫീൽഡിൽ ഇൻടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലാണ് വളരെ ശക്തമായിട്ട് അഗ്രസീവായിട്ട് മുന്നോട്ട് പോകാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നത്. അതിലുപരിയായിട്ട് നമ്മൾ ഇന്നാൾ പറഞ്ഞിരുന്നു റഷ്യ 1,60,000 ഭടന്മാരെ ഹയർ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. പ്രാഥമികമായിട്ട് ട്രെയിനിങ് അത് ഇതെന്നൊക്കെ പറഞ്ഞാലും അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ഒരു 1,60,000 പേരുടെ ഒരു അപ്ഹോൾഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ എന്താ വെച്ചാല് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 1,50,000 സോൾജേഴ്സിനെ അവർ ഫ്രണ്ട് ലൈനിൽ ഇറക്കാണ്. അതിലൂടെ ഇപ്പൊ പുതിയ വെപ്പൺസ് ഒക്കെ ഇപ്പൊ ഇറക്കുന്നുണ്ട്. ഇറക്കിയിട്ട് സ്ഥലം കൂടുതൽ കയറി പിടിക്കാനാണ് ഇപ്പം ഉത്തരവിട്ടിരിക്കുന്നത്. ഉക്രൈൻ ഇത് അനുസരിച്ചുകൊണ്ട് കൃത്യമായ പ്ലാൻ സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ സ്ഥലം നഷ്ടപ്പെടും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ റഷ്യയുടെ സോൾജേഴ്സിന് കുറച്ച് കോൺഫിഡൻസും കുറച്ച് ഡോമിനേഷനൊക്കെ കിട്ടിയതുപോലെ ഒരു ഫീൽ ഉണ്ട്. അതുപോലെ തന്നെ ഉക്രൈന്റെ സൈഡിലേക്ക് കുറച്ച് വീക്ക് ആയതുപോലെ ഒരു തോന്നലുണ്ട്. അപ്പൊ ഉക്രൈൻ കുറച്ചുകൂടി അതിനനുസരിച്ചുള്ള ഡിഫൻസ് മെത്തേഡ് ഒരുക്കാൻ ശ്രമിക്കണം റഷ്യയെ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ സ്ഥലം നഷ്ടപ്പെടും. ഉക്രൈന്റെ സോൾജേഴ്സിനും അവരുടെ കോൺഫിഡൻസും നഷ്ടപ്പെടും. ആയുധങ്ങളെക്കാളും വലുതാണ് ഈ വാർ ഫീൽഡിലെ സോൾജറിന്റെ കോൺഫിഡൻസ്. അപ്പൊ അതുകൊണ്ട് അത് വർദ്ധിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ്ട് 200 ബില്യൺ ഷോർട്ടാണ് ഈ സാലറി വൈസ് ഈ സോൾജേഴ്സിന് കൊടുക്കാനുള്ള ശമ്പളത്തിന്റെ കുടിശ്ശിക അടക്കമാണ് 200 മില്യൺ. അപ്പൊ അത് തന്നെ ഇപ്പൊ നികത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉക്രൈൻ മുന്നോട്ട് പോകുന്നത്. സെലൻസ്കി ഇനിയിപ്പോ എന്താണ് ഫർദർ സ്റ്റെപ്പ് എടുക്കാൻ പോകുന്നത് ഇനിയിപ്പോ നമ്മൾ കണ്ടു തന്നെ അറിയണം. അതേപോലെ ഇന്നലെ സെലൻസ്കി ഒരു ചൈനീസ് സോൾജറിനെ അറസ്റ്റ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റുകൾ പലതും ചൈനയ്ക്കെതിരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പൊ അതില് സെലൻസ്കി എടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും ഈ 1, 2, 3 ചൈനീസ് സോൾജേഴ്സേ ഉള്ളോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് 155 ചൈനീസ് സോൾജേഴ്സ് റഷ്യൻ മിലിറ്ററിയിൽ പണിയെടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ചൈന കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ചൈന അങ്ങനെ ഒഫീഷ്യലി ഒരു രീതിയിലുള്ള ഭടന്മാരെയും റഷ്യക്ക് കൊടുത്തിട്ടില്ല എന്നാണ് ചൈന പറയുന്നത്. ഇത് അണ്ടർ ഇൻവെസ്റ്റിഗേഷനിലാണെന്നാണ് റഷ്യ പറയുന്നത്. റഷ്യ പല രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയും. റഷ്യയുടെ ഉള്ളിൽ പല കാറ്റഗറിയിലുള്ള സോൾജേഴ്സ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തിനു വേദം കേരളത്തിൽ നിന്ന് വരെ ആൾക്കാർ റഷ്യൻ ആർമിയിൽ പോയി പണിയെടുത്ത ചരിത്രമാണ് ഇപ്പൊ ഈ ഒരു യുദ്ധത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ ചൈനീസ് ആൾക്കാരും ഇതേപോലെ റോങ് ആയിട്ട് ജോലി തരാമെന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത് മിലിറ്ററിയിൽ കയറ്റി വിട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണെന്നാണ് റഷ്യ പറയുന്നത്. റഷ്യ അങ്ങനെ പറയുള്ളൂ. റഷ്യക്ക് as long as അവിടെ മാൻ പവർ കിട്ടുന്നെങ്കിൽ ഓക്കെയാണ് എന്നുള്ള നിലയിലാണ് റഷ്യ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള 10-25 ആൾക്കാർ റഷ്യൻ ആർമിയിൽ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. അപ്പൊ അതും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ നിഷേധിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ്. റഷ്യൻ ആർമി ആകുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലുമാണ്. അതുപോലെ തന്നെ ഏതാണ്ട് 6 കരാറുകൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്നുള്ള നിലയിൽ കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം തന്നെ 6 മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ ഇന്ത്യക്കുള്ളിൽ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കരാറുകളാണ്. പ്രാഥമികമായിട്ട് ഇങ്ങനത്തെ ഒരു ഹെഡ്ലൈൻ വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇന്ത്യക്കുള്ളിൽ നടത്താനിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. IRWG-PIP എന്നാണ് ഈ ഒരു പിപ്പ് കരാറിന്റെ ഒരു പേര്. IRWG-PIP എന്നാണ് ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നതിന്റെ ആ ഒരു ടാഗ് ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്നുള്ള അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.